വിശ്വാസികളും അവിശ്വാസികളും നന്മ ചെയ്യുന്നു. പക്ഷെ വിശ്വാസികൾക്ക് മാത്രമാണ് സ്വർഗവും മറ്റ് ആനുകൂല്യങ്ങളും പ്രത്യേകമായി നൽകപ്പെടുന്നു. ഇത് അനീതിയല്ലേ എന്നാണ് ചോദ്യം. അങ്ങനെയുള്ള മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ്. അപ്പം ഇവിടെ നേരത്തെ ആമുഖ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ മറുപടി കിടക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് മനുഷ്യന്മാർക്ക് മനസ്സിലാവണം. രുക്മിണി സ്വയംവരമാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ കഥ അറിഞ്ഞാലേ കഥകളി കാണുമ്പോൾ ഈ ആട്ടം എന്തൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കഥയറിയാതെ ആട്ടം കാണുന്നവർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടുപോകും. അപ്പം അതുകൊണ്ട് ഈ ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത്? അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് 9 മാസം അവിടെ റെസ്റ്റൊക്കെ ചെയ്ത് നല്ല ഉഷാറായിട്ട് ഇങ്ങോട്ട് പോന്നു. ഇവിടെ കുറച്ച് നാളിങ്ങനെ ഉണ്ട്, ഒരു 60, 70, 80, 90, കൂടിപ്പോയാൽ 100 വയസ്സ് വരെ ഉണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത്? കഥകളി, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം, എന്താണ് ഇവിടെ നടക്കുന്നത്? എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറു പോലുള്ളൊരു ഈ ജീവിതം, എന്നും അതിൻ്റെ ലഹരിയിൽ ആനന്ദ തുന്തിലമെന്മനം മൂളിപ്പറക്കണം. ചങ്ങമ്പുഴ പാടിയതുപോലെ ഇതൊരു സുഖാസ്വാദന കേന്ദ്രമാണോ? ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ഇതൊരു നാടകശാലയാണോ? അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വേദഗ്രന്ഥങ്ങളെല്ലാം ദൈവികമായിട്ടുള്ള ഒരു മറുപടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ എക്സാമിനേഷൻ നടക്കുകയാണ് എന്നുള്ളതാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ട് കർമ്മം ചെയ്യുന്നത് എന്ന് പരിശോധിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ജീവിതവും മരണവും തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബെല്ലും ലാസ്റ്റ് ബെല്ലും ഉള്ള ഒരു പരീക്ഷാ ഹാളിലാണ് നമ്മളുള്ളത്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. അപ്പോൾ ഫസ്റ്റ് ബെൽ എന്നുള്ളത് ജനനവും ലാസ്റ്റ് ബെൽ എന്നുള്ളത് മരണവുമാണ്. ആ പരീക്ഷയുടെ ഒരു പ്രത്യേകത പ്രായപൂർത്തി, ചിന്ത, വിവേകം എന്നിങ്ങനെ വരുമ്പോൾ ആണ് അവൻ പരീക്ഷാ ഹാളിലേക്ക് കൃത്യമായിട്ട് കടന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയില്ല, ബുദ്ധിഭ്രംശമുള്ളവർക്ക് പരീക്ഷയില്ല, ഭ്രാന്തന്മാർക്ക് പരീക്ഷയില്ല. ഇതൊന്നുമില്ലാത്ത നമ്മൾക്കാണ് പരീക്ഷ എന്നർത്ഥം. ഈ പരീക്ഷയുടെ ഫസ്റ്റ് ബെല്ലും ലാസ്റ്റ് ബെല്ലും, ലാസ്റ്റ് ബെല്ലെന്ന് പറയുന്നത് മരണമാണ്. പക്ഷേ ലാസ്റ്റ് ബെല്ലിന് മുമ്പ് വാണിംഗ് ബെല്ലുണ്ട്. മരണം തൊണ്ടക്കുഴിയിലെത്തുന്ന സമയമുണ്ട്. അത് പരീക്ഷയ്ക്ക് പേപ്പർ തുന്നിക്കെട്ടാൻ തരുന്ന സമയമാണ്. അപ്പോൾ വിശ്വസിച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് ഫറോവയുടെ കഥ പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ പരീക്ഷയ്ക്ക് പേപ്പർ തുന്നിക്കെട്ടാൻ തന്ന സമയത്താണോ നീ ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ എന്ന് പറയുന്നത്? മോശയുടെയും അഹരോന്റെയും ദൈവത്തിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പരീക്ഷയുടെ പേപ്പർ തുന്നിക്കെട്ടാൻ തന്ന സമയത്ത് ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് ദൈവം അവനോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ടൈം ബൗണ്ടിൽ നമ്മൾക്ക് എഴുതി തീർക്കേണ്ട ഒരു പരീക്ഷയാണ് ജീവിതം എന്ന് പറയുന്നത്. അവിടെ ചോയ്സ് ഉണ്ട് എപ്പോഴും. PSC പരീക്ഷയ്ക്കാണെങ്കിൽ 4 എണ്ണമാണ് മനുഷ്യന്മാരുണ്ടാക്കിയത് കൊണ്ട്. പക്ഷെ ഒടേതമ്പുരാന്റെ പരീക്ഷ ആയതുകൊണ്ട് 2 ചോയ്സേ ഉള്ളൂ, 4 എണ്ണമില്ല. മറ്റത് 3 തെറ്റും 1 ശരിയുമാണ്. ഇവിടെ 1 തെറ്റും 1 ശരിയുമുള്ളൂ. കള്ള് കുടിക്കാം, വെള്ളവും കുടിക്കാം, ചായ കുടിക്കാം, ചാരായം കുടിക്കാം. ഏത് വേണമെന്ന് തെരഞ്ഞെടുക്കാൻ നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തി ലാസ്റ്റാണ് റിസൾട്ട് വരുന്നത്. ആ റിസൾട്ടിന്റെ ലോകത്തെയാണ് നമ്മൾ മരണം എന്ന് പറയുന്ന, പ്രസവം എന്ന് പറയുന്ന പ്രവേശന കവാടത്തിലൂടെ ഈ ഭൂമിയിലേക്ക് പ്രവേശിച്ച മനുഷ്യൻ മരണം എന്ന പ്രവേശന കവാടത്തിലൂടെ 3ാം ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ 3ാം ലോകത്തിലാണ് റിസൾട്ട്. ആ റിസൾട്ട് എങ്ങനെയായിരിക്കണം എന്ന് ഇവിടെ മനുഷ്യന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമ്മൾ തന്നെയാണ് സ്വർഗം പണിയുന്നത്, നമ്മൾ തന്നെയാണ് നരകം പണിയുന്നത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അറബി പേരുള്ള ഒരു അബ്ദുറഹ്മാന്റെയും ഒരു ജമീലയുടെയും മകനായി എന്നതുകൊണ്ട് സ്വർഗം നൽകാം എന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. ലക്ഷ്മിക്കുട്ടിയുടെയും ജനാർദ്ദനന്റെയും മകനായി എന്നതുകൊണ്ട് അവന് നരകം കൊടുക്കും എന്നും പടച്ചോൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആർക്കാണ് സ്വർഗവും നരകവും കൊടുക്കുമെന്ന് പറഞ്ഞത്? ദൈവത്തെ അനുസരിച്ച് അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് മാനിച്ച് ഈ ഭൂമിയിൽ ആര് ജീവിക്കുന്നുവോ അവന്റെ വംശം, ദേശം, ഭാഷ ഒന്നും നോക്കാതെ അവന് സ്വർഗം കൊടുക്കാം എന്ന് ഒടേതമ്പുരാൻ പറഞ്ഞിരിക്കുന്നു. അത് ഇനി അറബി പേരുള്ള ഒരുത്തനാണ് ദൈവകൽപ്പനകളെല്ലാം ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നത് എങ്കിൽ അവനെ പിടിച്ച് നരകത്തിലിടും എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇതുപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ യഥാർത്ഥ ദൈവത്തിൻ്റെ അടിമയായിട്ട് അവനെ പുനഃസൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എല്ലാ കാലഘട്ടത്തിലും ദൈവം നൽകിയിട്ടുണ്ട്. അത്രിയും ഭരദ്വാജനും വസിഷ്ഠനും വിശ്വാമിത്രനും വാമദേവനും കണ്ണനും അത് പറയാനാണ് വന്നത്.
മോശയും യേശുവും മുഹമ്മദും അത് പറഞ്ഞിട്ടാണ് പോയത്. ഇവരെല്ലാം പറഞ്ഞ സന്ദേശം ഒന്നായിരുന്നു എങ്കിലും ഈ പറയുന്ന മനുഷ്യന്മാര് ഇവരിൽ 1,24,000 പേരുണ്ടായിട്ട് അവരിൽ ഒരാളെ പോലും വിശ്വസിക്കാതെ എല്ലാവരെയും ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. കാരണം എന്താ? പരലോകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ആര് പോയിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും പോയിട്ടാണോ നമ്മൾ അമേരിക്ക വിശ്വസിക്കുന്നത്? അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വിശ്വസനീയമായിട്ടുള്ള ഒരു സ്രോതസ്സിൽ നിന്ന് ഒരു ജ്ഞാനം ലഭിച്ചാൽ അത് വിശ്വസിക്കുവാൻ അവൻ ബാധ്യതപ്പെട്ടവനാണ്. മന്ത്രദ്രഷ്ടാരഹ ന സ്രഷ്ടാരഹ. മന്ത്രത്തെ ദർശിച്ചവരാണ് ഋഷിമാർ, അതിനെ കെട്ടിയുണ്ടാക്കിയവരല്ല. അപ്പോൾ അവർ പറഞ്ഞത് അലൗകികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ്. ലൗകികമായ കാര്യങ്ങളിൽ പോലും കള്ളം പറയാത്ത ആ മനുഷ്യർ അലൗകികമായ കാര്യങ്ങളിൽ കള്ളം പറഞ്ഞു എന്നാണ് അവരെ അവിശ്വസിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന സ്റ്റാൻഡിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വർഗനരകങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് അതൊക്കെ പേടിപ്പിക്കാൻ പറഞ്ഞതാണെന്നാണ്. മുണ്ടക്കൈയിൽ മനുഷ്യന്മാർ ഒരിച്ചു പോയപ്പോൾ അവരുടെ ബന്ധുക്കൾ പറഞ്ഞത്, ഞങ്ങൾക്കൊരു കോഷൻ തന്നിരുന്നെങ്കിൽ, ഞങ്ങൾക്കൊരു അലർട്ട് തന്നിരുന്നുവെങ്കിൽ, ഞങ്ങൾക്കൊരു മുന്നറിയിപ്പ് തന്നിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ഉറ്റവർ ഒലിച്ചു പോകുമായിരുന്നില്ലല്ലോ. പ്രവാചകന്മാരുടെ പേര് നദീർ എന്നാണ്, മുന്നറിയിപ്പ് നൽകുന്നവർ എന്നാണ്. അവർ ഈ മുന്നറിയിപ്പ് നൽകിയിട്ടാണ് പോയിട്ടുള്ളത്. എന്താണ് മുന്നറിയിപ്പ്? ഈ മനുഷ്യന്മാർ ഇങ്ങനെ ഇവിടെ ജീവിതം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പരലോകമുണ്ട് എന്നും ആ പരലോകത്തെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർ രക്ഷപ്പെടുമെന്നും അല്ലാത്തവർ നാളെ പെട്ടുപോകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ആ പ്രവാചകന്മാർ പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പും പേടിപ്പിക്കലുമാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലയോ അച്ഛ, നമ്മുടെ പ്രപിതാക്കൾ പോയ സ്വർഗത്തിലേക്ക് അവിടെ നിന്ന് വേഗം പോയാലും എന്ന് ഋഗ്വേദം പറയുമ്പോൾ ആ ഋഷിയെ നമ്മൾ എന്തിനാണ് കള്ളമാക്കുന്നത്? 28 നരകങ്ങൾ പറഞ്ഞുകൊണ്ട് ഗരുഡപുരാണവും ദേവി ഭാഗവതവും നമ്മളോട് പറയുന്നു. ശാൽമലിയുണ്ട്, രൗരവമുണ്ട്, മഹാരൗരവമുണ്ട്, അസിതപത്രവനമുണ്ട്, കുംഭീഭാഗമുണ്ട്. ഇങ്ങനെ നരകങ്ങളുടെ പേര് പറയുമ്പോൾ അതില്ല എന്ന് പറയുവാൻ എന്ത് ജ്ഞാനമാണ് നമ്മുടെ കയ്യിലുള്ളത്? അവർ മണ്ടന്മാരും പൊട്ടന്മാരും കള്ളന്മാരുമാണ് എന്ന് പറയുവാനായിട്ട് അവരെക്കാൾ മുന്തിയ ജ്ഞാനം നമ്മുടെ കയ്യിലുണ്ടോ? ശാൽമലി എന്ന് പറയുന്ന നരകം സ്ത്രീ പീഡകന്മാർക്കുള്ളതാണ് എന്ന് പറയുന്നു. സ്ത്രീ ശരീരത്തെ ലോഹത്തിൽ ഉണ്ടാക്കുകയും അതിനെ ചുട്ടുപഴുപ്പിച്ചുകൊണ്ട് അതിനെ ആലിംഗനം ചെയ്യുവാൻ ഈ സ്ത്രീ പീഡകനോട് പറയുമ്പോൾ അവൻ വിസമ്മതിക്കുന്നു. നരകകിങ്കരന്മാർ കൊരടാവ് കൊണ്ട് അവനെ അടിക്കുന്നു. അപ്പോൾ അവൻ ആലിംഗനം ചെയ്യുന്നു. പ്രഥമ മാത്രയിൽ അവൻ ഭസ്മമായി താഴെ വീഴുന്നു. അവന് വീണ്ടും ജന്മം കൊടുക്കുന്നു. ഈ ശിക്ഷാവിധി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഈ ശാൽമലി എന്ന് പറയുന്ന നരകത്തെ പറ്റി പറയുമ്പോൾ അതില്ല എന്ന് പറയുവാനായിട്ട് നമ്മൾക്ക് എന്ത് ജ്ഞാനമാണുള്ളത്? അങ്ങനെ ഗോവിന്ദച്ചാമിയെ പോലെയുള്ള മനുഷ്യന്മാർക്ക് ബിരിയാണി നിന്ന് കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ശിക്ഷാവിധിയാണോ യഥാർത്ഥത്തിൽ സ്ത്രീ പീഡകന്മാർക്ക് കൊടുക്കേണ്ടത്? അപ്പൊ ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സത്യപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഒരു നീതിയെ സംബന്ധിച്ചിട്ടുള്ള ജ്ഞാനം അവിടെ നമുക്ക് ലഭിക്കുകയാണ്. അമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന് പഞ്ചേന്ദ്രിയങ്ങൾ അവിടെ ഫംഗ്ഷൻ ഇല്ല, ഭൂമിയിലാണ് ഫംഗ്ഷൻ എന്നതുപോലെ ഭൂമിയിൽ ഫംഗ്ഷൻ ഇല്ലാത്ത നീതിബോധം, അതുപോലെ നന്മയുടെ പ്രതിഫലം, തിന്മയുടെ ശിക്ഷ ഒന്നും ഇവിടെ പൂർണ്ണമാവുന്നില്ല, മോഹങ്ങൾ പൂർണ്ണമാവുന്നില്ല. ഇതെല്ലാം പൂർത്തീകരിക്കപ്പെടുവാനുള്ള ഒരു ലോകമായി ദൈവം പരലോകത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നു. അതിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നത് കാലത്തിന്റെ മാത്രം പ്രശ്നമാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ജീവിതത്തിലൂടെ. അവിടെ എത്തുമ്പോൾ ആ റിസൾട്ടിന്റെ ലോകത്ത് ജസ്റ്റ് പാസ് മാർക്കെങ്കിലും മേടിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.